സപ്ലൈകോ പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടു. പ്രതിസന്ധിക്ക് കാരണം വകുപ്പിനോടുള്ള സർക്കാർ അവഗണനയാണെന്നും വകുപ്പിനോട് കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ മന്ത്രി പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കണമെന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഷാഫി പറമ്പിൽ പറഞ്ഞു. ഷാഫി പറമ്പിൽ സംസാരിച്ചപ്പോൾ ഒരിക്കൽ പോലും കേന്ദ്ര നയങ്ങളെ വിമർശിച്ചില്ലെന്ന് ഭക്ഷ്യമന്ത്രി മറുപടി നൽകി. വകുപ്പിനോടുള്ള അവഗണന സംബന്ധിച്ച പാർട്ടിയിലെ ചർച്ച നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. വിവരങ്ങൾ സെയ്ഫ് സൈൻലാബിൽ നൽകും. സെയ്ഫ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ എന്തൊക്കെയാണ് ഉണ്ടായത്? സപ്ലൈകോ നേരിടുന്ന പ്രതിസന്ധിയാണ് പ്രതിപക്ഷ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന പരാതിയായിരുന്നു പ്രതിപക്ഷ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ മുന്നോട്ട് വെച്ചത്. ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രി വിശദീകരണം നൽകി. സപ്ലൈകോയി അവശ്യ സാധനങ്ങൾ ചിലതിന്റെ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായി സാധനങ്ങളില്ല എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. സപ്ലൈകോയെ തകർക്കാൻ കുത്തക കമ്പനികൾ ശ്രമിക്കുകയാണ്. അതിന് പ്രതിപക്ഷം കൂട്ടുനിൽക്കരുത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രി വിശദീകരിച്ചു. അതിനുശേഷമാണ് ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ചത്. പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, കുത്തക കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയല്ല. പ്രതിപക്ഷം പറയുന്നത് ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സപ്ലൈകോ തകർക്കാൻ ശ്രമിക്കുന്നത് സർക്കാരാണ്, അല്ലാതെ പ്രതിപക്ഷമല്ല. വകുപ്പിനോട് കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കൊപ്പം CPIയുടെ അംഗങ്ങൾ നിൽക്കണം എന്ന ആവശ്യം കൂടി ഷാഫി പറമ്പിൽ മുന്നോട്ട് വെക്കുകയുണ്ടായി. മാവേലി സ്റ്റോറിൽ പോയാൽ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയാണ്. മാവേലിയെ പറയിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം. എന്ന പേരിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത്രയും പ്രതീക്ഷ കാണില്ല. അതുകൊണ്ട് അതിന്റെ പേര് മാറ്റണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. CPI അംഗങ്ങൾ മാനസിക പിന്തുണയെങ്കിലും ഭക്ഷ്യവകുപ്പിന് ഭക്ഷ്യമന്ത്രിക്കും നൽകണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ദയാവധത്തിന് സപ്ലൈകോയെ പറഞ്ഞു വിടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഇത് അവസാനിപ്പിക്കണം എന്ന ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിനുശേഷമാണ് ഭക്ഷ്യമന്ത്രി വിശദമായ മറുപടിയിലേക്ക് പോയത്. ഷാഫി പറമ്പിൽ സംസാരിക്കുമ്പോൾ ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തയ്യാറായില്ല. നിങ്ങൾ തമ്മിലുള്ള അന്തർധാരയാണ് ജനങ്ങൾക്ക് ഇപ്പോൾ ഇതോടുകൂടി മനസ്സിലാകുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് ഇതെല്ലാം താഴിട്ട് പൂർത്തുകയാണ് ചെയ്തത് എന്നുകൂടി അദ്ദേഹം വിശദീകരിച്ചു. പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗത്തോടു കൂടി പ്രതിപക്ഷ സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗത്തിലേക്ക്. സപ്ലൈകോ പ്രതിസന്ധിയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടു. ഇത് സംബന്ധിച്ച് വലിയ ഒരു ചർച്ചയാണ് നടന്നത്. നോട്ടീസിന്മേലുള്ള ചർച്ച നടന്നു. ഒരിക്കൽ പോലും കേന്ദ്ര നയങ്ങളെ വിമർശിക്കാതെയാണ് ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചതെന്നായിരുന്നു മന്ത്രി GR അനിലിന്റെ പ്രതികരണം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലേക്ക്.